എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖല്ലേ? പിന്നെ ഞാൻ അത് വീഡിയോയിൽ വന്നതേ നല്ലൊരു കാഴ്ച കണ്ട്, നല്ലൊരു സന്തോഷമുള്ള കാഴ്ച. അപ്പം നിങ്ങളായിട്ട് പങ്കുവെക്കാൻ ഞാനൊരു കടയിൽ നിന്ന് ചായ അടിച്ചു കൊണ്ടുപോയി. അപ്പം ആ ചായക്കാരനും പിന്നെ ഒരു വയസ്സായ ഒരാളും കൂടി നിങ്ങൾ തരണ്ട പൈസ തരണ്ട എന്നൊക്കെ കണ്ടു. ഇയാൾ എത്ര ആയിട്ടും സമ്മതിക്കണമില്ല. ലാസ്റ്റ് കടക്കാരൻ പറഞ്ഞു നിങ്ങൾ തരണ്ട എന്ന് പറഞ്ഞു. അയാൾ അങ്ങനെ ഇറങ്ങിപ്പോയി. അങ്ങനെ ഞാൻ മൂപ്പര് പോയതിന് ശേഷം കടക്കാരനോട് ചോദിച്ചു എന്താണ് കാരണം. അപ്പോൾ മൂപ്പര് പറഞ്ഞത് ഭയങ്കര ഒരു സന്തോഷമുള്ള വാർത്തയായി. മൂപ്പര മക്കള്, ആ കാക്കാൻ്റെ മക്കള് അവിടെയുള്ള കടകളിൽ പോയിട്ട് പറഞ്ഞിട്ടുണ്ടത്, വാപ്പ എന്ത് വന്ന് കുടിച്ചോ കഴിക്കോ എന്ത് ചെയ്തോട്ടെ, അതിൻ്റെ പൈസ നിങ്ങൾ വാപ്പാൻ്റെ അടുത്ത് നിന്ന് വാങ്ങരുത്. ആ മക്കളൊരു സന്തോഷം നോക്കാൻ നിങ്ങൾ, ആ മക്കൾക്ക് കിട്ടുന്ന ഒരു ബർക്കത്ത് നോക്കാൻ നിങ്ങൾ, ആ മക്കളിൽ ഒരിക്കലും ഒരു കാരണവശാലും ഓടി തളരൂല. കാരണം മാതാപിതാക്കളെ നമ്മൾ നോക്കിയാൽ അതിൻ്റെ സന്തോഷം അത് വേറെ തന്നെ, അത് ഒരിക്കലും നമ്മൾ തളർന്നു പോകില്ല. അതുകൊണ്ട് നമുക്ക് ഇവിടെയും ഹൈറാണ്, നാളെ മരിച്ചാലും ഹൈറാണ്. പല ആൾക്കാരും മാതാപിതാക്കളെ പല വാക്കുകൾ, പല വൈഫിൻ്റെ വാക്ക് കേട്ടിട്ടായാലും ഒരുപാട് ആൾ കുറ്റം പറഞ്ഞിട്ട് മാതാപിതാക്കളെ വെറുത്ത് ഉപേക്ഷിക്കുന്ന ഒരു കാലത്ത് നല്ലൊരു പോസിറ്റീവായ കാര്യങ്ങൾ. പക്ഷെ അത് എന്താണെന്നറിയോ, മൂപ്പരൊരു കൂലിപ്പണി എടുത്ത് ജീവിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. അതിൻ്റെ മക്കൾക്ക് വിദ്യാഭ്യാസം കാര്യമായിട്ടില്ലായിരുന്നു. അത് മക്കള് സാധാ ലെവലിൽ അന്നത്തെ ജീവിതം അറിയാലോ, അങ്ങനെ സാധാ ലെവലിൽ പോയിട്ട് കൂലിപ്പണിക്കൊക്കെ പോയിട്ട് അങ്ങനെ പോയി. ഇപ്പോൾ നല്ല സെറ്റപ്പ് ആയിക്കണം മക്കളൊക്കെ, വിദ്യാഭ്യാസം കുറവാണ്. എന്നാലും എന്താ, മനുഷ്യത്വം ഉണ്ട്. ഇന്ന് മനുഷ്യത്വം വളരെ കുറഞ്ഞ് മാതാപിതാക്കളോട് ഒരുപാട് ബാക്ക്. മാതാപിതാക്കൾ കാണുമ്പോൾ തന്നെ ഒരു അറപ്പും വെറുപ്പും കാണുന്ന ഒരു ലോകത്താണ് ഇപ്പോഴത്തെ കാലം. അങ്ങനത്തെ ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം എല്ലാവരും മാതാപിതാക്കളെ മാക്സിമം നോക്കാൻ പറ്റുന്ന പോലെ മാക്സിമം നമ്മൾ കെയർ ചെയ്ത് നോക്കുക. എല്ലാവരും നോക്കണം, വൈഫിനെയും നോക്കണം, നമ്മളെ ബാക്കിയുള്ളവരെയും നോക്കണം, മക്കളെയും നോക്കണം, അതുപോലെ തന്നെ മാതാപിതാക്കളെയും നോക്കണം. നമ്മളെ ചൈനൻ്റെ വിജയം തന്നെ ഏറ്റവും വലിയൊരു വിജയം. അവർ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് അവരുടെ ജീവിതത്തിൽ കാണുന്ന ഏറ്റവും വലിയ ഒരു മാതൃകയാണ്. കാരണം അവർക്ക് വയസ്സായ മാതാപിതാക്കൾ ദൈവം പോലെയാണ് അവർക്ക് കാണുന്നത്. അതുകൊണ്ട് അവരെ നാട് ഉയരുന്നുണ്ട്, അവിടുത്തെ ജനങ്ങൾക്ക് ഉയർച്ചയുണ്ട്. നമ്മളത് നാടിപ്പം ഇങ്ങനെ വൃദ്ധസദനങ്ങൾ ഇങ്ങനെ ഉയരുന്നുണ്ട്. നാടിൻ്റെ ഉയർച്ച നമ്മളെ മനസ്സിൻ്റെ വിശാലതയും ഒക്കെ തകർന്നു കൊണ്ടിരിക്കണു. നമ്മളിപ്പോൾ ഒരാൾ മരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കും, പഠിച്ചവനെ ഖബറ് വിശാലാക്കി കൊടുക്കണേ. ഇന്നിപ്പോൾ അതിനെക്കാട്ടി ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കേണ്ടത് മനുഷ്യന്മാരെ മനസ്സ് വിശാലാക്കി കൊടുക്കണമെന്ന്. കാരണം ഇടുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ചെറിയ അണുകുടുംബത്തേക്ക് നമ്മളെ ജീവിതം പറിച്ച് നട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ ഈ റീൽസുകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഒരു മൈന്യൂട്ട് ലെവലിലേക്കാണ് എല്ലാത്തിനും വെച്ചുകൊണ്ടിരിക്കുന്നത്. എന്താ പറയുക, ഒരു കോമഡിക്ക് വേണ്ടി ചെയ്യുന്നത് അത് നമ്മളെ ജീവിതത്തിൽ ഒരുപാട് സ്വാധീനിച്ച് കയറി വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നല്ലൊരു പോസിറ്റീവായിട്ട് നമ്മളെ മാതാപിതാക്കളെ മാക്സിമം സപ്പോർട്ട് ചെയ്തിട്ട് ഇന്ന് ഭയങ്കര സന്തോഷമുള്ള ഒരു ദിവസമാണ് കണ്ടത്. അതേപോലെ എല്ലാവരും കണ്ട് പലയിടത്തും പലതും കാണലുണ്ട്. നമ്മളെ മാതാപിതാക്കൾ പോയിട്ട് ഒരു ആളെ മുന്നിൽ ഈ വയസ്സായി കഴിഞ്ഞാൽ പണിക്കുവാൻ കഴിയൂല, പിന്നെ ആളെ മുന്നിൽ കൈ നീട്ടിയിട്ട് അവരെ കാര്യങ്ങൾ ചെയ്യണ ഒരു അവസ്ഥയിൽ നിന്ന്
മക്കളത് ചെയ്യുമ്പോൾ ആ ഉപ്പാൻ്റെ ഒരു സന്തോഷം എത്രയാണ്, അതിലുപരി നമ്മൾ കാണുന്നവരെ സന്തോഷം എത്രയാണ്. അതാണ് പോസിറ്റീവ്, മറ്റത് നെഗറ്റീവാണ്. അപ്പോൾ പോസിറ്റീവായിട്ട് ജീവിക്കാൻ നമ്മൾ പഠിച്ചാൽ ഇതായിക്കോട്ടെ. ഓക്കെ.